കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ കൂട്ടത്തോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ അനിവാര്യരായ ആളുകൾക്ക് മാത്രം ഇളവ് നൽകാനാണ് ആലോചന. എംപിമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, ഈ ഒരു കൂട്ടം എംപിമാർ അല്ലെങ്കിൽ ഒരു അര ഡസനോളം എംപിമാർ കൂട്ടത്തോട് നിയമസഭയിൽ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊരു കാര്യം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഹൈക്കമാൻഡിനും അതുപോലെ തന്നെ KPCC അടക്കം ഒരു അതൃപ്തിയുള്ള ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദീപ്തി. തീർച്ചയായും ഇന്നലെ ആണ് കേരള വിഷൻ ന്യൂസ് ആണ് ഇത്തരമൊരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ഏറ്റവും ആദ്യം പുറത്തുവിടുന്നത്. പിന്നീട് ഉച്ചയോടുകൂടി മറ്റ് മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഹൈക്കമാൻഡിന്റെ വലിയ അതൃപ്തിയാണ് ഇക്കാര്യത്തിലുള്ളത്. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എംപിമാർ, അതിൽ അരഡസനോളം വരുന്ന ആളുകൾ, അവർ നിയമസഭ ലക്ഷ്യമിട്ട് അവരുടെ കളത്തിലിറങ്ങി അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല എംപിമാരാണ്. പക്ഷേ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായി വരും. അത് ഒരുപക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി തീരും എന്ന ഒരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത്. ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു അതൃപ്തിക്ക് പിന്നാലെയാണ് ആറന്മുളയിൽ താൻ മത്സരിക്കുന്നില്ല എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് ആന്റോ ആന്റണി എംപിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമാക്കുന്നത്, ആന്റോ ആന്റണി MP വ്യക്തമാക്കുന്നത്, തന്നെ ഇവിടെയുള്ള ജനങ്ങൾ അവർ തെരഞ്ഞെടുത്തത് പ്രധാനമായും ലോക്സഭയിലേക്കാണ്, ലോക്സഭാ മണ്ഡലത്തിലെ കാര്യങ്ങളിലേക്കാണ്. തനിക്ക് ആറന്മുള മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമല്ല, ഈ ലോക്സഭാ മണ്ഡലം പരിധിയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDFനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമായി താൻ മുന്നോട്ട് പോകുമെന്ന് ആന്റോ ആന്റണി MP വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ ഈ ഒരു മോഹം, പാലക്കാട് മത്സരിക്കാനുള്ള മോഹം മുളയിലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും നുള്ളിയിരുന്നു. മറ്റ് ശശി തരൂർ മത്സരിക്കുന്നതിനോട് ഹൈക്കമാൻഡിന് തന്നെ താല്പര്യമില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം കേരളത്തിലെ നേതാക്കൾക്ക് തന്നെ ശശി തരൂർ തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിൽ വലിയ എതിർപ്പുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യം മാത്രമാണ്, അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് അനുവദിക്കാനാവില്ല എന്ന നിലപാടിലാണ് കേരളത്തിലെ നേതൃത്വം കൂടിയുള്ളത്. നേരത്തെ ശശി തരൂരിനെ അനുകൂലിച്ചവർ പോലും ഇപ്പോൾ അത്തരം നിലപാടുകളിൽ നിന്ന്, ശശി തരൂരിനെ അനുകൂലിക്കുന്ന നിലപാടുകളിൽ നിന്ന് ശശി തരൂരിൻ്റെ സമീപകാലത്തെ ചില അഭിപ്രായ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പിന്നാക്കം പോയിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ്, ഒപ്പം തന്നെ അടൂർ പ്രകാശ്, K സുധാകരൻ, ഇവരിൽ അടൂർ പ്രകാശ് അനിവാര്യനാണ് എന്നൊരു വിലയിരുത്തൽ പൊതുവെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശ് മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല. ആറ്റിങ്ങലിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് വരിക. K സുധാകരൻ മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഒരു പ്രതിസന്ധി, നേരത്തെ KPCC അധ്യക്ഷ പദത്തിൽ നിന്നും K സുധാകരനെ പൊടുന്നനെ മാറ്റിയ ഘട്ടത്തിൽ K സുധാകരന് അന്ന് ഹൈക്കമാൻഡ് നൽകിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് നിയമസഭയിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള സീറ്റും ഒപ്പം തന്നെ വരുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നല്ലൊരു മന്ത്രിസ്ഥാനവും എന്ന ഒരു വാഗ്ദാനം നൽകിയിരുന്നു എന്ന് സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ആ ഒരു വാഗ്ദാനം നിലവിലുണ്ട്. അതുകൊണ്ട് സുധാകരനെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് ഹൈക്കമാൻഡ് തയ്യാറാവുമോ എന്നുള്ളത് കണ്ടറിയണം. കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് MPമാരുടെ കാര്യത്തിലെല്ലാം തന്നെ തൽക്കാലം അത്തരം ആളുകൾ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്താനാണ് സാധ്യത. ഏതായാലും ഈ MPമാർ മത്സരിക്കാൻ നീക്കം നടത്തുന്നതും അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതിലും എല്ലാം തന്നെ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. ദീപ്തി, ശരി. കേരളത്തിലെ കോൺഗ്രസ് MPമാർ കൂട്ടത്തോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ അനിവാര്യരായ ആളുകൾക്ക് മാത്രം ഇളവ് നൽകാനാണ് ആലോചന. MPമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.